ഇത്രയും ദിവസം വീട്ടിൽ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോറടി നല്ല രീതിക്ക് കുറവായിരുന്നു. ആസ് യൂഷ്വൽ എല്ലാവരും തിരിച്ച് വീട്ടിൽ പോയി. രാവിലെ തന്നെ ഞാൻ നേരെ പോയത് കടയിലേക്കായിരുന്നു. അവിടെ ചെന്നൊരു ചായയും കുടിച്ചിരുന്നപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോകണമെന്ന്. ഞാനും ഇക്കാക്ക നേരെ ഫംഗ്ഷനൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്ന് കിടന്നങ്ങ് ഉറങ്ങി. ഒരു ഈവനിങ് ആയപ്പോഴത്തേക്കും വെല്ലുമതേ നല്ല കട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. കട്ടനും കുടിച്ചിരിക്കുമ്പോഴത്തേക്കുമാണ് അടുത്ത ടാസ്ക് എനിക്ക് കിട്ടിയത്. വേറൊന്നും ആയിരുന്നില്ല, വണ്ടി ക്ലീൻ ചെയ്യലായിരുന്നു. വണ്ടി പുറമേ നിന്ന് കഴുകണം, അതേപോലെ തന്നെ ഇൻറ്റീരിയറിലുള്ള പൊടി കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഈ കിടക്കുന്ന പൂച്ചേനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് പുറത്ത് നല്ല മഴയുണ്ട്, അതുപോലെ നല്ല വെതറും ഉണ്ട്, പുറത്ത് പോയിട്ട് ഇന്ന് എല്ലാവർക്കും കൂടെ ഫുഡ് കഴിക്കാമെന്ന്. പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ഷവായും അൽഫാമൊക്കെയായിരുന്നു. പക്ഷേ എൻ്റെ വല്യപ്പാടൻ നിർബന്ധപ്രകാരം നേരെ ശരവണ ഭവനിൽ കയറി. അവിടെ ചെന്നതും എല്ലാവർക്കും മസാല ദോശ പറഞ്ഞു. അപ്പം തന്നെ ഇന്നുള്ള മൂഡൂടെ പോയി. എന്ത് ചെയ്യാനാണ്, പോയ മൂടൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് ഒരു ചായ കുടിക്കാമെന്ന് തീരുമാനിച്ച്. അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എല്ലാവർക്കും ആ ഒരു ചിന്ത വന്നത്. പിന്നെ ചായ കുടിച്ചപ്പോഴത്തേക്കും പകുതി ആശ്വാസമായി. ഇനി വേണം വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാനായിട്ട്. പിന്നെ ഇന്നിറങ്ങിയ ദാവീദ് സിനിമയും കണ്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. അപ്പം നമുക്ക് നാളെ കാണാം.